ഇതിൻ്റെ ജാനുവരി 2025 ചോദിച്ച ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഷാക്കിറ വാണ്ട് ടു പർച്ചേസ് എ ഹൗസ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷാക്കിറക്ക് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വീട് വാങ്ങണം. 75 ലേക്കാണ് ഷി ഹാസ് ടു മേക്ക് പേയ്മെൻറ്റ് 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അവൾക്ക് 75 ലക്ഷം കയ്യിൽ വേണം. നമ്മളോട് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഷീ ഷുഡ് ഇൻവെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഓരോ വർഷത്തിൻ്റെ അവസാനം എത്ര രൂപ അവൾ ഇൻവെസ്റ്റ് ചെയ്യണം 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 5 വർഷത്തിന് ശേഷം 75 ലേക്ക് കിട്ടാൻ. അപ്പോൾ ഷാക്കിറക്ക് 5 വർഷത്തിന് ശേഷം 75 ലക്ഷം വേണം. അതിന് ഓരോ വർഷവും 1ാമത്തെ വർഷവും 2ാമത്തെ വർഷം 3ാമത്തെ വർഷത്തിൻ്റെയൊക്കെ എൻഡിൽ അവൾ എത്ര രൂപ ബാങ്കിൽ നിക്ഷേപിക്കണം 5 വർഷം കഴിയുമ്പോൾ 75 ലക്ഷം കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നമ്മളെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യനുള്ള കണ്ടന്റ് ഞാൻ എഴുതിത്തരാണ്. 75 ലേക്കാണ് അവൾക്ക് വേണ്ടത്. 75 ലേക്കാണ് അവൾക്ക് വേണ്ടത്. 5 വർഷമാണ്. 12% ഇൻട്രസ്റ്റ്. ഓക്കെ, 12% ഇൻട്രസ്റ്റ് വെച്ച് 5 വർഷം കൊണ്ട് അവർക്ക് 75 ലക്ഷമാവാൻ അവളിപ്പോൾ ഓരോ വർഷവും എത്ര ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി ആ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻ തിരിച്ചുണ്ടാവുക. ഓരോ വർഷവും ഷാക്കിറ ബാങ്കിൽ ഇങ്ങനെ എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ, ഉദാഹരണം 10 ലക്ഷം ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്താൽ 5 വർഷം കൊണ്ട് ആ 10 ലക്ഷത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്ര ആയിരിക്കും, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് നേരത്തെ തന്നു 75 ലേക്കാവാൻ അവൾ ഇപ്പോൾ തന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നമുക്ക് സിമ്പിളായി മനസ്സിലായല്ലോ. ഇനി എൻ്റെ ഇക്വേഷൻ നോക്കാം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി കാണാൻ നമ്മൾ ആനുവൽ അടക്കുന്ന ആ ഒരു വാല്യൂ ഇൻറ്റു 1 പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എൻ നമ്മുടെ വർഷം മൈനസ് 1/6. ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനുവലി അടക്കേണ്ട വാല്യൂ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 75 ലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഫ്യൂച്ചർ വാല്യൂ എത്രയെന്ന് അറിയാം. അതേപോലെ ഈ ഒരു സംഗതി നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. ഫ്യൂച്ചർ വാല്യൂ നമുക്കറിയാം, എ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എ കണ്ടെത്താൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 = A × 2 ആണ്. ഏതോ ഒരു സംഖ്യനെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. സംഖ്യ എങ്ങനെ കണ്ടെത്തുക, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. A 5 ആണെന്ന് കിട്ടും. അതേപോലെ സെയിം ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കാം. നമ്മുടെ എ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ജസ്റ്റ് എഴുതി വെക്കാം. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ = 75 ലേക്ക്. ഒറ്റ മിനിറ്റ്, ഇക്വേഷൻ ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ കൊടുത്താൽ ഫ്യൂച്ചർ വാല്യൂ നമുക്കറിയാം 75 ലേക്കാണ്. = എ നമുക്ക് കണ്ടെത്തണം. പിന്നെ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. 1 പ്ലസ് നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് n വർഷം -1 ഇതൊന്നുകൂടെ നീട്ടിക്കൊടുക്കാം /6. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഓരോന്നിൻ്റെ വാല്യൂ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. 1 പ്ലസ് നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 12% അല്ലേ, 0.12. n എത്രയാണ്, 5 വർഷം -1/6 എത്രയാണ്, 0.12. ഓക്കെ, ഇത് നമുക്കൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങ് ചെയ്താലോ. നമുക്കൊരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതങ്ങ് ചെയ്ത് നോക്കാം. എങ്ങനെയായിരുന്നു, 1 പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0.1 ബ്രാക്കറ്റ് ക്ലോസ്. പിന്നെ മുമ്പ് നമ്മൾ ചെയ്ത അതേ പരിപാടി ചെയ്യാം. ഇയർ 5 എന്നിട്ട് ഇതിൽ നിന്ന് -1
1 അല്ലേ? കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 1 മൈനസ് ചെയ്യുക, എന്നിട്ട് ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്മൾ 6.12. നമുക്ക് ആൻസർ കിട്ടുന്നത് 6.35 എന്നാണ്. 6.35 ആൻസർ നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ മൊത്തം വാല്യൂ 6.35 എന്ന് കിട്ടും. അപ്പോൾ ഞാനത് മാറ്റി ചെയ്താണ് 6.35. അപ്പോൾ A ഇൻറ്റു 6.35 ബാക്കിയുണ്ട്, നമ്മൾ 2 ഡിജിറ്റ് മാത്രം എടുക്കാം. അപ്പം 75 ലക്ഷം ഈസിക്കൽ ടു A ഇൻറ്റു 3.65. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ, 75 ലക്ഷത്തിന് 6.35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് 75 lakh ഡിവൈഡഡ് ബൈ 6.35 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റർ വെച്ചങ്ങ് ചെയ്താൽ എൻ്റെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത കറക്റ്റ് എമൗണ്ട് ഇവിടെ ഉണ്ട്, 6.35284 എന്നുള്ള. അപ്പോൾ നമ്മൾ 75 lakh ഡിവൈഡ് ബൈ 6.35 എന്നല്ലേ? ഈ ഒരു ഡിജിറ്റ് നമ്മൾ ഒതുക്കി കഴിഞ്ഞാൽ 11,81,102 ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു മാസം 11,81,102 ബാങ്കിൽ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ, അങ്ങനെ ഓരോരോ വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ 5 വർഷം കൊണ്ട് 75 lakh ആകും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യന് ഉത്തരമായി. അവൾ ഷാക്കിറ അല്ലേ എന്ന ക്വസ്റ്റ്യൻ. ഷാക്കിറ 75 ലക്ഷം ആവാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യേണ്ടത് ഓരോ വർഷവും PDF എടുക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഷാക്കിറ 5 വർഷത്തിന് ശേഷം 75 ലക്ഷം കിട്ടാൻ ഓരോ വർഷവും 11 ലക്ഷത്തി ചില്ലറ, അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കണം. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്.